ഹായ് വെൽക്കം ടു അവർ ചാനൽ. ഇത് കണ്ട എന്റെ കയ്യിലിരിക്കുന്നത് പനീറാട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്റെയും എന്റെ കെട്ടിയന്റെയും ഒരു അരക്കൃത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു വീഡിയോ ആട്ടോ. അതായത് രാത്രി ഏകദേശം ഒരു 8-8:30 നേരത്ത് കെട്ടിയന് ഒരു ആഗ്രഹം, ഒരു മസാല ദോശ കഴിച്ചാലോന്ന്. അപ്പൊ പിന്നെ ഞാൻ വെറുതെ ഇരിക്കൂ, എന്നാ പിന്നെ ആര്യാസിന്ന് കിട്ടണ ഒരു പനീർ മസാല ദോശ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കുറച്ചു നേരത്തെ തർക്കത്തിനൊടുവിലേ വീട്ടിലുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോഴല്ലേ അടുത്ത പ്രശ്നം, മാവില്ല. അപ്പൊ പിന്നെ കടയിൽ പോയിട്ട് മാവ് മേടിക്കാനുള്ള മടിക്ക് ഇൻസ്റ്റാമാർട്ടിൽ മാവ് ഓർഡർ ചെയ്തു. കയ്യെ കിട്ടിയപ്പോഴോ പുളിച്ചു പോയ മാവ് അതങ്ങനെ കൊണ്ട് തെങ്ങിന്റെ കടയ്ക്ക് കുട്ടി. അത് കഴിഞ്ഞിട്ട് കടയിൽ പോയിട്ട് മര്യാദയ്ക്ക് ഒരു പാക്കറ്റ് ദോശമാവ് മേടിച്ചിട്ട് വന്നു. ദോശമാവ് കിട്ടുമ്പോഴേക്കും ഞാൻ ഉള്ളി, സബോള, വെളുത്തുള്ളി ഇത്യാദി സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം വഴറ്റാൻ തുടങ്ങി. ആദ്യം വെളുത്തുള്ളിയും സബോളയൊക്കെ ഇടണം, തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു, അങ്ങനെ ഇത്യാദി സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി. നമ്മുടെ സബോള നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വേണ്ട തക്കാളി ഇടാനായിട്ട്. അതിന് നമ്മുടെ തക്കാളിയും സബോളയും വാടി കഴിഞ്ഞപ്പോഴോ കയ്യെ കിട്ടി കുറച്ച് മസാല പൊടികളും കൂടെ പിടിച്ച് തട്ടി. എന്തൊക്കെയാ, മല്ലി, മുളക്, കുരുമുളക്, ഗരം മസാല, മഞ്ഞള്, അങ്ങനെ കയ്യെ കിട്ടി കുറച്ച് മസാല പൊടികളും കൂടെ തട്ടി നല്ല ചൊകാതെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മസാല കാണാനായിട്ട്. അത് കഴിഞ്ഞപ്പോ കുറച്ച് ബട്ടർ ഇടാന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, താല്പര്യമുള്ളവർക്ക് ബട്ടർ ചേർക്കാം. എനിക്ക് ബട്ടർ വലിയ ഇഷ്ടമായിരുന്നു, ഞാൻ ചേർത്തു. അങ്ങനെ ആ ബട്ടർ അതിന്റെ മെല്ലറ്റായി വന്നോട് കൂടിയിട്ട് അടുത്ത കലാപരിപാടി പനീർ ചേർക്കല്. അപ്പൊ ഇത് ഹോം മെയ്ഡ് പനീർ ആട്ടോ, ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പനീറാ. അപ്പൊ പനീർ കൂടെ ഇതിലോട്ട് അങ്ങോട്ട് തട്ടി, പനീർ പൊടിച്ചിട്ടാട്ടോ തട്ടിയത്. ഈ വക പങ്കപ്പാടുകൾ കണ്ടിട്ട് വീട്ടിലെല്ലാരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മക്കളേന്ന്. മര്യാദക്ക് വീട്ടില് വെച്ചോക്കണ ചോറും കറിയും കഴിച്ചാൽ പോലെ രാത്രിക്ക് ഓരോ പൂതികൾ ഇളകിയിട്ടേ. അതിപ്പോ കൊതി വന്നു കഴിഞ്ഞാൽ അത് രാത്രിയാണോ പകലാണോ നോക്കിയിട്ട് എന്താ കാര്യല്ലേ. ഞാൻ അങ്ങനെയാട്ടോ പറഞ്ഞേ. അങ്ങനെ മസാലയൊക്കെ നമ്മൾ കുറച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം ഉപ്പ് നോക്കല് കലാപരിപാടി. ഇപ്പൊ നമ്മൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് നോക്കണതിന്റെ ഒരു ഭാഗമായിട്ട് കുറച്ചെടുത്ത് ഷാപ്പിടല്ലോ, അതൊരു പതിവാണല്ലോ അല്ലേ, നിങ്ങളത് പറയട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അരിഞ്ഞ് വെച്ച് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്തു. അങ്ങനെ നമ്മുടെ മസാല നല്ല സുന്ദരി കുട്ടിയുണ്ട്. വീട്ടിലെങ്ങനെ പനീർ ഉണ്ടാക്കാന്നുള്ള റെസിപ്പി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. കമന്റ് ബോക്സിൽ പനീറിന് കമന്റ് ചെയ്താൽ മതി, നമുക്ക് അതിന്റെ വീഡിയോ ഇടാട്ടോ. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മാവ് പാത്രത്തിലൊക്കെ ഒഴിച്ച് കലക്കി റെഡിയാക്കി ദോശ ചുട്ടു. നല്ല വലിയൊരു ദോശ. നെയ് റോസ്റ്റ് വേണ്ടവർക്ക് നെയ് റോസ്റ്റ് ആക്കി എടുക്കാം. ഞാനിപ്പോ ബട്ടർ അതേ ചെയ്യാം, എനിക്ക് അത് കുട്ടിക്കും ബട്ടർ മതി. അങ്ങനെ നമ്മുടെ ബട്ടറിൽ കുതിർന്ന് കിടക്കുന്ന വെളുത്ത് മൊരിഞ്ഞ നമ്മുടെ ദോശയിലേക്ക് കുറച്ച് പനീറിന്റെ മസാല കൊണ്ട് ഇട്ട് കൊടുത്തു. ഇത് ഭാര്യാസിലത്തെ അത്രയ്ക്ക് ആയിണ്ടോന്ന് ചോദിച്ചാൽ ആയിട്ടില്ല, കുറച്ചും കൂടിയും ഗ്രേവി വേണ്ടതായിരുന്നു. അപ്പൊ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്താൽ മതി. അങ്ങനെ മസാല വെച്ച നമ്മുടെ ദോശനെ 4ആയിട്ടോ 3ആയിട്ടോ ഒക്കെ നമ്മുടെ സൗകര്യത്തിൽ ഇങ്ങോട്ട് മടക്കിയെടുക്കാം. ഇനിയിപ്പോ എന്താ, മടക്കിയ ദോശനെ കഴിച്ചു നോക്കണം. നല്ലൊരു ചൂട് കാപ്പിയും നല്ലൊരു മസാല ദോശയും ഒരു കോഫി ഹൗസിന്റെ വൈബൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഞാനൊരു കടി ദോശയും കുറച്ച് കാപ്പിയും കുടിച്ചു. സൂപ്പർ ആയിട്ട് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ട് സംഭവം. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ ആദ്യം മറക്കല്ലേ. ഒട്ടും പിശുക്കില്ലാണ്ട് കമന്റ് പറയട്ടാ. അപ്പൊ അത്രയുള്ളോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.